നമസ്കാരം. പതിവ് പോലെ ഇന്നും ദില്ലിയിലെ വോട്ടർമാർക്ക് വേണ്ടി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം എത്തിയിട്ടുണ്ട്. ഈ സന്ദേശം ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും മുന്നിലേക്ക് എത്തിച്ചതാവട്ടെ സുനിത കെജ്രിവാളും. തന്റെ എല്ലാ MLA-മാരും അവരുടെ പ്രദേശങ്ങൾ സന്ദർശിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരം കാണണം എന്നാണ് അരവിന്ദ് കെജ്രിവാൾ MLA-മാർക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. ഈ വീഡിയോ സന്ദേശത്തിൽ സുനിത കെജ്രിവാൾ പറയുന്നുണ്ട്, തന്റെ ഭർത്താവിന്റെ ശരീരം മാത്രമേ ജയിലിനുള്ളിലുള്ളൂ, അദ്ദേഹത്തിന്റെ മനസ്സിപ്പോഴും ദില്ലിയിലെ വോട്ടർമാർക്കിടയിൽ സ്വതന്ത്രമായി തന്നെ വിഹരിക്കുന്നുണ്ട് എന്ന്. നമുക്കറിയാം, ഈ സുനിത കെജ്രിവാൾ ഇത്തരം വീഡിയോ സന്ദേശങ്ങളുമായി പ്രത്യക്ഷപ്പെട്ട സമയം മുതൽ തന്നെ ഇതിന് രാഷ്ട്രീയപരമായി പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി സുനിത കെജ്രിവാൾ തന്നെ എത്തിയേക്കാം എന്ന തരത്തിലായിരുന്നു അത്. മാത്രമല്ല, അവരുടെ ശൈലി, അവർ ഇരിക്കുന്ന പശ്ചാത്തലം, ഇതൊക്കെയും അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പോലെ തന്നെ അംബേദ്കറിന്റെയും ഭഗത് സിംഗിന്റെയും ചിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സുനിത കെജ്രിവാളും സംസാരിക്കുന്നത്. ഒരു അടിമുടി രാഷ്ട്രീയക്കാരിയുടെ പക്വതയോടെ പാകതയോടെ കൂടി തന്നെയാണ് അവർ ഈ സന്ദേശങ്ങളൊക്കെയും പറയുന്നത്. എന്നാൽ ഇന്ന് പുറത്തു വന്ന വീഡിയോയിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണയായി അരവിന്ദ് കെജ്രിവാളിന്റെ വീഡിയോയുടെ പശ്ചാത്തലത്തിലുള്ളത് അംബേദ്കറും അതിനോടൊപ്പം തന്നെ ഭഗത് സിംഗുമാണ്. ഇത്തവണ സുനിത കെജ്രിവാളിന്റെ വീഡിയോയുടെ പശ്ചാത്തലത്തിലുള്ളത് ഈ ഭഗത് സിംഗും അംബേദ്കറും മാത്രമല്ല, അതിന് പുറമെ അരവിന്ദ് കെജ്രിവാൾ കൂടിയുണ്ട്. അതും അരവിന്ദ് കെജ്രിവാൾ അഴിക്കുള്ളിൽ നിൽക്കുന്ന ഒരു പ്രതീകാത്മക ചിത്രമാണ് പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ രസകരം തന്നെയാണ്. കാരണം ഭരണഘടനാ ശില്പിയായ അംബേദ്കറുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഒടുവിൽ കഴുമരത്തിലേറ്റപ്പെട്ട ഭഗത് സിംഗിന്റെയും ഒക്കെ ഇടയിലാണ് ഒരു കള്ള് കച്ചവടത്തിൽ അകത്തുപോയ കെജ്രിവാളിന്റെ സ്ഥാനമെന്ന് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുന്നുണ്ടാവാം. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും അവരുടെ തലത്തിലേക്ക് കെജ്രിവാളിനെ ഉയർത്തിക്കൊണ്ടുവരാൻ യാതൊരു സാധ്യതയുമില്ല. എന്തായാലും ഇതൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ചില തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും സുനിത കെജ്രിവാൾ ഇന്ന് പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ വിമർശനത്തിന് വിധേയമാകുന്നുണ്ട്. അംബേദ്കറിനും ഭഗത് സിംഗിനും ഒപ്പം വയ്ക്കാനുള്ള അത്ര വലിയ ആദർശ ധീരതനൊന്നുമല്ല കെജ്രിവാൾ എന്ന തരത്തിൽ തന്നെയാണ് ഇതൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്തായാലും ഈ വീഡിയോ ദൃശ്യങ്ങൾ വൈറലാണ്. ട്രോളന്മാർ മറുവശത്ത് ഇത് വലിയ രീതിയിൽ തന്നെ വിമർശന വിധേയമാക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും ദില്ലിയിലുള്ള ജനങ്ങളൊക്കെ ഈ വീഡിയോ കണ്ട് പരിഹസിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ പുതിയ പ്രചരണത്തിൽ ജനത്തിന് വലിയ അമ്പരപ്പാണുള്ളത്. വരും ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടി എങ്ങനെയൊക്കെ ആവും അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസത്തെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നത് കണ്ടു തന്നെ അറിയാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.